കേരളത്തിലെ പൊതുഭരണ സംവിധാനങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും വലിയ സ്വാധീനം ചെലുത്താൻ പോകുന്ന സുപ്രധാനമായ ഒരു നയപരമായ മാറ്റത്തിന് ദേവസ്വം വകുപ്പ് തുടക്കമിടുകയാണ്. ക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തജനങ്ങളോട് ചില ജീവനക്കാർ മോശമായി പെരുമാറുന്നു എന്ന പരാതികൾ വ്യാപകമായ പശ്ചാത്തലത്തിൽ ജീവനക്കാരുടെ പെരുമാറ്റ രീതികൾ പൂർണ്ണമായും പ്രൊഫഷണൽ ആക്കി മാറ്റാനുള്ള അടിയന്തര തീരുമാനത്തിലാണ് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ 5 ദേവസ്വം ബോർഡുകളുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ പരിഷ്കാരം ഉടൻ നടപ്പിലാക്കാനാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത്. പൊതുജനങ്ങളുമായുള്ള നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന ഒരു പൊതുമേഖലാ സംവിധാനത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാനും ജനസൗഹൃദമാക്കാനുമുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഭരണപരമായ ഇടപെടൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ പുതിയ നയത്തിന്റെ ഘടന പരിശോധിച്ചാൽ കേവലം അച്ചടക്ക നടപടികൾക്കപ്പുറം ജീവനക്കാരെ സനാതനമായ ആചാരങ്ങളെക്കുറിച്ചും ക്ഷേത്ര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ബോധവാന്മാരാക്കാനുള്ള വിപുലമായ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പലപ്പോഴും പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാർക്ക് ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചോ വഴിപാടുകളെക്കുറിച്ചോ കൃത്യമായ അറിവില്ലാത്തത് ഭക്തരുമായി തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ള വിദഗ്ധരുടെ ഒരു സമിതിയെ നിയോഗിച്ച് ജീവനക്കാർക്ക് പ്രത്യേകം പരിശീലനം നൽകാനാണ് തീരുമാനം. ക്ഷേത്രങ്ങളിൽ എത്തുന്നവർക്ക് പൂജകളെയും വഴിപാടുകളെയും കുറിച്ച് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കാൻ പ്രത്യേക ജീവനക്കാരെ ചുമതലപ്പെടുത്തുന്നതും ഈ നയപരമായ നവീകരണത്തിന്റെ പ്രധാന ഭാഗമാണ്. സാമൂഹികവും സാമ്പത്തികവുമായ തലങ്ങളിൽ വലിയൊരു ജനവിഭാഗത്തെ ഈ തീരുമാനം നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. കേരളത്തിലെ തീർത്ഥാടന ടൂറിസവും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളും സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വികസനത്തിന് വലിയ പങ്കുവഹിക്കുകയാണ്. ശബരിമല ഉൾപ്പെടെയുള്ള പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് പ്രതിവർഷം എത്തുന്നത്. അത്തരം ഇടങ്ങളിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രൊഫഷണൽ സമീപനം ക്ഷേത്രങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുക മാത്രമല്ല, സംസ്ഥാനത്തിന്റെ പൊതുവായ പ്രതിച്ഛായയെ തന്നെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഭക്തരെ ഒരു ഉപഭോക്താവ് എന്നതിലുപരി ജനാധിപത്യപരമായ സേവനം അർഹിക്കുന്ന പൗരന്മാരായി കണ്ട് സേവനം ഉറപ്പുവരുത്താൻ ഈ പുതിയ പെരുമാറ്റച്ചട്ടത്തിലൂടെ സാധിക്കും. ഭരണഘടനാപരമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ മതപരമായ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ സുതാര്യതയും ജനാധിപത്യ മര്യാദകളും ഉറപ്പുവരുത്തുക എന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. പാർട്ടി താല്പര്യങ്ങൾക്കോ വ്യക്തിപരമായ മുൻഗണനകൾക്കോ അപ്പുറം പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക എന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റിയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ജീവനക്കാരുടെ യൂണിയൻ രാഷ്ട്രീയവും തന്നിഷ്ടങ്ങളും കാരണം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന പ്രവണതയ്ക്ക് ഒരു പരിധിവരെ തടയിടാൻ ഇത്തരം ഔദ്യോഗിക പരിശീലനങ്ങൾ സഹായിക്കും. ഒരു പൊതു സംവിധാനത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ പാലിക്കേണ്ട പ്രൊഫഷണലിസം എന്താണെന്ന് ജീവനക്കാരെ ബോധ്യപ്പെടുത്തുന്നത് സിവിൽ സർവീസിന്റെ മൂല്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ജനക്ഷേമകരമായ നയപരമായ മാറ്റങ്ങളെയും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഗുണപരമായ ചലനങ്ങളെയും പൗരന്മാർ എന്ന നിലയിൽ നാം കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ദേവസ്വം വകുപ്പിന്റെ ഈ പുതിയ പെരുമാറ്റ പരിഷ്കരണത്തെ കുറിച്ചും ഭരണപരമായ നവീകരണത്തെ കുറിച്ചുമുള്ള നിങ്ങളുടെ നിർണായകമായ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ രാഷ്ട്രീയ നയപരമായ വിശകലനങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവയ്ക്കുക.